തിരുവനന്തപുരം വള്ളക്കടവിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഭക്ഷണശാലയിൽ നിന്ന് പുറന്തള്ളിയ മാലിന്യം 2 ദിവസത്തിനകം മാറ്റുമെന്ന് നഗരസഭയുടെ ഉറപ്പ്. മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന ജലാശയവും വൃത്തിയാക്കും. റിപ്പോർട്ടർ ലൈവ് തന്നെ തുടർന്നാണ് അടിയന്തര ഇടപെടൽ. മലിനീകരണത്തിന് കാരണമായ ഭക്ഷണശാല അടച്ചുപൂട്ടാനും തീരുമാനമായി. 20-ലധികം കുടുംബങ്ങളും നാട്ടുകാരുമാണ് മാലിന്യ കൂമ്പാരം കൊണ്ട് പൊറുതിമുട്ടിയിരുന്നത്. വിശദാംശങ്ങളുമായി TV പ്രസാദും സുനിഷ യെഡൂരും ചേരുന്നു. ആദ്യം TV പ്രസാദിലേക്ക്. പ്രസാദ്, ഗുരുതരമായൊരു വിഷയം, അത് റിപ്പോർട്ടർ ലൈവത്തണിലൂടെയാണ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോഴിതാ നഗരസഭ അതിൽ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പാണ് നൽകുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ്? തുടർ നടപടികൾ എന്തായിരിക്കും? വിനീത, കഴിഞ്ഞ 1 വർഷത്തിലേറെയായി തിരുവനന്തപുരം നഗരമധ്യത്തിലെ വള്ളക്കടവ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ പാചകശാലയോട് ചേർന്നുള്ള 20 കുടുംബങ്ങൾക്കായിരുന്നു വലിയ ബുദ്ധിമുട്ടെങ്കിലും അതിനോട് ചേർന്ന് ഏതാണ്ട് 50-ലധികം വരുന്ന വീട്ടുകാർക്ക് ഇതിന്റെ ദുർഗന്ധമായിരുന്നു കഴിഞ്ഞ 1 വർഷത്തിലേറെയായിട്ട്. 10 മാസങ്ങൾക്ക് മുമ്പ് അവർ നേരിട്ട് പോയി പലതവണ പരാതി പറഞ്ഞു. രക്ഷയില്ല. പിന്നീടും ദുർഗന്ധം കൂടിയ ഘട്ടത്തിൽ 3 മാസം മുമ്പ് വീണ്ടും നാട്ടുകാർ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ അവരെ അറിയിക്കുകയും ചെയ്തു. ആ വാർഡ് കൌൺസിലറും അതുപോലെ തന്നെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ആ മാലിന്യം നീക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയതാണ്. പക്ഷെ ഒരു തരത്തിലും രാമചന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ അധികൃതർ ആ മാലിന്യം നീക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിലെ നിരവധി സ്ഥാപനങ്ങളുണ്ട് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്. അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ഏതാണ്ട് 3000-ലധികം വരുന്ന ജീവനക്കാർ ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്കുള്ള എല്ലാ ഭക്ഷണവും പാചകം ചെയ്യുന്ന ഇവിടെയാണ്. മാത്രമല്ല അവരുടെ ബേക്കറി യൂണിറ്റിലേക്കുള്ള ബേക്കറി സാധനങ്ങൾ, ഫുഡ് കോർട്ടിലേക്കുള്ള ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. അതിന് മതിയായ മലിനീകരണ സംസ്കരണ സംവിധാനം ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി ഉണ്ടായത്. അതായത് വളരെ മോശമായ രീതിയിൽ ആ കോമ്പൗണ്ട് മുഴുവൻ മലിനജലം കെട്ടിക്കിടക്കുന്നു, കൊതുകുകൾ വരുന്നു, ആ ദുർഗന്ധം ഉണ്ടാകുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും അതിന്റെ അധികൃതർ സ്വീകരിച്ചില്ല. അങ്ങനെയാണ് 4 ദിവസം മുമ്പ് ഒടുവിൽ നാട്ടുകാർ കൂട്ടത്തോടെ കയറി ചെന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും വലിയ തോതിൽ പരാതി ഉയർത്തുകയും ചെയ്തത്. ആ സമയത്ത് മാലിന്യമുള്ള സ്ഥലങ്ങൾ ഒന്ന് മണ്ണിട്ട് മൂടുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്തിരുന്നില്ല. അപ്പോഴും പകുതിയിലേറെ പ്രദേശം ഇന്ന് നമ്മൾ രാവിലെ കാണിച്ചതുപോലെ വലിയ തോതിൽ മാലിന്യമായിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെയുള്ള പാചകം നിർത്തിവെക്കാനോ മറ്റ് സംവിധാനങ്ങളിലേക്കോ ഒന്നും കടന്നതുമില്ല. ശാസ്ത്രീയമായ ഒരു രീതിയും അവലംബിച്ചിട്ടുമില്ല. അങ്ങനെയാണ് നാട്ടുകാരുടെ ദുരിതം റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നതും ഇന്ന് രാവിലെ ലൈവത്തോണിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വിഷയം എത്തിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ അവിടെ ഒരു വിഭാഗം CITU-കാരായ യൂണിയൻ തൊഴിലാളികൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന ഭീതിയിൽ നമ്മുടെ വാർത്താ സംഘത്തെ തടയുന്ന ഒരു സ്ഥിതിയുണ്ടായി. പക്ഷേ അപ്പോഴും മാലിന്യ പ്രശ്നം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ലൈവത്തോൺ മുന്നോട്ട് പോകുന്നതിനിടെ കൌൺസിലർ രംഗത്ത് വരികയും അവിടെ ഇപ്പോൾ ഗോഡൌൺ മാത്രമാണ് ഉള്ളതെന്നും ഭക്ഷണം പാചകം ചെയ്യുന്നില്ല എന്നും നമ്മുടെ ലൈവിലൂടെ പറയുകയും ചെയ്തത്. അപ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു, ഭക്ഷണം പാചകം ചെയ്യുന്നത്. പിന്നാലെ കൌൺസിലർ അവിടെ എത്തുന്നു, അത് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുന്നു. പിന്നീട് കോർപ്പറേഷൻ അധികൃതരുമായി ചർച്ച നടത്തുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ എത്തുന്നു. ഒടുവിൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു, രാമചന്ദ്രന്റെ അധികൃതരുമായി സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ 2 ദിവസത്തിനകം അവിടെയുള്ള മലിനജലം പൂർണ്ണമായി നീക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. ഒപ്പം ഇനി അവിടെ ഭക്ഷണശാല പ്രവർത്തിക്കുന്നതല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഈ വരുന്ന 15 ദിവസത്തിനകം അവിടെ നിന്നുള്ള പാചകശാല പൂർണ്ണമായി മാറ്റാനുള്ള തീരുമാനം, ഗോഡൌൺ മാത്രം പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും ആ റിപ്പോർട്ടറിന്റെ ലൈവത്തോൺ ഫലം കണ്ടു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വിനീത, സുനിഷ കൂടി ചേരുന്നുണ്ട്. സുനിഷ, 1 വർഷമായി ദുരിതത്തിലായിരുന്നു ഇവർ. പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൌൺസിലർ നൽകിയ ഉറപ്പിൽ അല്ലെങ്കിൽ നഗരസഭ നൽകുന്ന ഉറപ്പിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിലൊക്കെ തന്നെ അവിടുത്തുകാർക്ക് തൃപ്തിയുണ്ടോ? ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ? സുനിഷ, സുനിഷ കേൾക്കാമോ? ഭക്ഷണശാല അടച്ചുപൂട്ടാനൊക്കെ തീരുമാനമായിരുന്നല്ലോ. ഈ മാലിന്യങ്ങൾ ഒഴുക്കിയത്, അത്തരത്തിൽ ഈ ജലാശയമൊക്കെ വൃത്തിയാക്കും തുടങ്ങിയ നടപടികളിലെ ഒരു ഉറപ്പാണ് നഗരസഭയായാലും കൌൺസിലറായും നൽകുന്നത്. റിപ്പോർട്ടിന്റെ ലൈവത്തിനിടെ തന്നെ വന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടുത്തുകാരുടെ ഒരു പ്രതികരണം എന്താണ്? ഇതിൽ പ്രതീക്ഷയുണ്ടോ, തൃപ്തിയുണ്ടോ?
വിനീത, നിലവിലേതായാലും പ്രതീക്ഷ അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. കാരണം നാട്ടുകാരുമായും ഒപ്പം തന്നെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അധികൃതരുമായും ഇന്ന് കൌൺസിലറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അധികൃതരുടെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാലിന്യ വെള്ളം അത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകം തീരുമാനമാകുമെന്നതാണ് നിലവിൽ കൌൺസിലർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പം 15 ദിവസം പൂർണ്ണമായും ചിലയിടങ്ങളിൽ മണ്ണിട്ട് നികത്തിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി അതിന് പരിഹാരം കാണുന്നതിനായി ഒരു 15 ദിവസം അത് ആവശ്യമാണ് എന്നത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15 ദിവസം പൂർണ്ണമായും മാലിന്യ പ്രശ്നം നീക്കം ചെയ്യാനായി വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ 15 ദിവസം സമയം കൊടുക്കുന്നു. ഒപ്പം തന്നെ നിലവിൽ കെട്ടിക്കിടക്കുന്ന ആ മാലിന്യ വെള്ളം നീക്കം ചെയ്യുന്നതിനായി 2 ദിവസം കൊണ്ട് ആ നീക്കം ചെയ്യുമെന്നുള്ളതാണ് കൌൺസിലർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം അവിടുത്തെ പാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 3 ദിവസമായി അടുക്കളയിൽ പൂർണ്ണതോതിൽ, അതായത് ഈ ഉച്ചഭക്ഷണം ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ ഡിസംബർ 15 വരെ യാതൊരു വിധത്തിലും, ഡിസംബർ 15ന് ശേഷം യാതൊരു വിധത്തിലും പാചകം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കില്ല. അതുവരെയുള്ള ചില സമയങ്ങൾ ആവശ്യമാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബർ 15 വരെ അത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം അത്തരത്തിൽ പാചകമൊന്നും തന്നെ അവിടെ നടക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാചകത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും അവിടെ നിന്ന് മാറ്റണം എന്നൊരു നിർദ്ദേശം കൂടി രാമചന്ദ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഇനി നടപടികളുമായി, കർശന നടപടിയുമായി, പൂട്ടിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് കൌൺസിലർ അറിയിച്ചിരിക്കുന്നത്. അതിപ്പോൾ നാട്ടുകാർക്കും വിശ്വാസയോഗ്യമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് ഇനി അത്തരത്തിലൊരു ഈ 2 ദിവസത്തിനകം ഈ മാലിന്യവെള്ളം നീക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കും. ഒപ്പം തന്നെ ഡിസംബർ 15 എന്ന സമയപരിധിക്കുള്ളിൽ ഇത്തരം തീരുമാനങ്ങൾ, ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ ഇനി പ്രതിഷേധം എന്നതാണ് നിലവിലേതായാലും വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. വിനീത, ശരി. TV പ്രസാദും സുനീഷ് അയ്യലൂരുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.